കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 29. ഭക്ഷ്യക്ഷാമവും വിഷഭക്ഷ്യദുരന്തവും. സ്വാതന്ത്ര്യപ്രാപ്തിയോടൊപ്പം ഇന്ത്യയിലുണ്ടായ മതാധിഷ്ഠിതമായ വിഭജനം രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെ സാരമായി ബാധിച്ചു. അതുവരെ ഭാരതത്തിലെ 30 കോടി ജനങ്ങളെ തീറ്റിപ്പോറ്റിയതിൽ പ്രധാന പങ്കുവഹിച്ച പഞ്ചാബിലെയും ബംഗാളിലെയും കൃഷിയിടങ്ങൾ പാകിസ്ഥാനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ആഗോള വ്യാപകമായി നാശം വിതച്ചുകൊണ്ട് 1939 ആരംഭിച്ച രണ്ടാം ലോകമഹായുദ്ധം 1941 പിന്നിടുമ്പോഴേക്കും ഏഷ്യയുടെ നെല്ലറകളായ ബർമ്മയും സയാമും ജപ്പാന്റെ കാൽക്കീഴിൽ അമർന്നു കഴിഞ്ഞിരുന്നു. ഏഷ്യയിലുടനീളം നിർബാധം നടന്നുകൊണ്ടിരുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും അതോടെ ഇല്ലാതായി. 1943 ബംഗാൾ ക്ഷാമം ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയെ ഭയാനകമാക്കി. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചിട്ടും രാജ്യവ്യാപകമായ ഭക്ഷ്യക്ഷാമം ഒരു സ്ഥിരം പ്രതിഭാസമായി തുടരുക തന്നെ ചെയ്തു. ഇന്ത്യ മഹാരാജ്യത്ത് നിലനിന്നിരുന്ന അതിസങ്കീർണമായ ഈ അവസ്ഥയിലും ഇന്ത്യയിലെ ഇതര നാട്ടുരാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 67 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള തിരുവിതാംകൂറിലെ രാജഭരണം അയൽരാജ്യമായ കൊച്ചി രാജ്യത്തെ 8 ലക്ഷത്തിലധികം വരുന്ന പ്രജകളെയും ഒരു പരിധിവരെ പട്ടിണിയില്ലാതെ പരിപോഷിപ്പിച്ചു. എന്നാൽ കേരളപ്പിറവിയോടെ തിരുവിതാംകൂറിന്റെ നെല്ലറയായ നാഞ്ചിനാട് തമിഴ്നാടിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇത് കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയെ പ്രതിസന്ധിയിലാക്കി. ഇന്നത്തെ പോലെ ഭക്ഷ്യവൈവിധ്യങ്ങളോ രുചിഭേദങ്ങളോ ഒരു ശരാശരി മലയാളിക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്ത കാലമായിരുന്നു അത്. നാട് ഭരിക്കുന്ന മഹാരാജാവിനെ അന്നദാതാവെന്ന് വിളിച്ചിരുന്ന മലയാളിയുടെ ഭക്ഷ്യ സംസ്കാരത്തിന്റെ പ്രതീകമായിരുന്നു അരിയാഹാരം. കേരളത്തിലെ ഭക്ഷ്യ ദൗർലഭ്യം പ്രഥമ സർക്കാരിനെതിരെ ജനരോഷത്തിന്റെ കൊടുങ്കാറ്റുയർത്തി. കേന്ദ്ര സർക്കാരും കേരളത്തിന്റെ ഭക്ഷ്യസഹായത്തിനായുള്ള നിലവിളികൾക്ക് മുന്നിൽ ബധിര കർണങ്ങളായി പരിണമിച്ചു. ഒടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അധിക വില കൊടുത്ത് ആന്ധ്രയിൽ നിന്നും 5000 ടൺ അരി വാങ്ങി പഞ്ഞമാസങ്ങളിലും തിരുവോണ നാളുകളിലും കേരളത്തിലെ ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് കരകയറ്റുവാൻ സർക്കാരിന് കഴിഞ്ഞു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആലുവ MLA ആയ TO ബാവയും പ്രതിപക്ഷ നേതാവായ ശ്രീ PT ചാക്കോയും ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചത് സർക്കാരിന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചു. പ്രതിപക്ഷങ്ങളുടെ ആവശ്യാനുസരണം സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. പ്രതിപക്ഷങ്ങളുടെ ആവശ്യപ്രകാരം തന്നെ സിറ്റിംഗ് ജഡ്ജിയായിരുന്ന ശ്രീ PT രാമൻ നായരെയാണ് അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചത്. കമ്മീഷന് മുന്നിൽ സർക്കാരിന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ജനറൽ KV സൂര്യനാരായണ അയ്യരായിരുന്നു. പ്രതിപക്ഷ നേതാക്കൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് കളത്തിൽ വേലായുധൻ നായരും ആന്ധ്രയിൽ നിന്നും അരി വിതരണം ചെയ്ത ശ്രീ രാമുലു കമ്പനിക്ക് വേണ്ടി ബാരിസ്റ്റർ ശ്രീ VKK മേനോനും ഹാജരായി. വിശദമായ വാദമുഖങ്ങൾക്കും തെളിവെടുപ്പുകൾക്കും ശേഷം ആന്ധ്ര അരിയിടപാടിൽ സർക്കാർ ഭാഗത്തു നിന്ന് യാതൊരുവിധ അഴിമതിയും നടന്നിട്ടില്ല എന്ന് രേഖപ്പെടുത്തി ജസ്റ്റിസ് PT രാമൻ നായർ നിയമസഭയ്ക്ക് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതൊക്കെയാണെങ്കിലും പ്രതിപക്ഷ നേതാക്കൾ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ആലേഖനം ചെയ്ത സംശയത്തെ ദൂരീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് ഇതേ കാലയളവിൽ, അതായത് 1958 ഏപ്രിൽ 29 ശാസ്താംകോട്ടയിൽ രാജ്യത്തെ നടുക്കിയ ഭയാനകമായ ഭക്ഷ്യവിഷ ദുരന്തമുണ്ടായി. 74 പേർ മരിച്ചു. ഒട്ടേറെ പേർ അതിദാരുണമായ അവസ്ഥയിൽ ആശുപത്രിയിലായി. ശാസ്താംകോട്ട ക്ഷേത്ര പരിസരത്ത് ജീവിച്ചിരുന്ന നല്ലൊരു ഭാഗം കുരങ്ങുകളും ദുരന്തമുഖത്ത് ചത്തുമലച്ചു. ശാസ്താംകോട്ടയിൽ ലോക സഹായ സേനയുടെ ഒരു ക്യാമ്പ് നടക്കുകയായിരുന്നു.
16-നും 25-നും പ്രായമുള്ളവർക്കായിരുന്നു ട്രെയിനിങ് നൽകിയത്. മൊത്തം 525 യുവാക്കളായ ട്രെയിനികളും 125 ഓഫീസർമാരുമാണ് ക്യാമ്പിൽ പങ്കെടുത്തിരുന്നത്. ക്യാമ്പിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ വിഷം കലർന്നതുകൊണ്ടാണ് ദുരന്തമുണ്ടായത്. ബാക്കിയായ ഭക്ഷണം കഴിച്ച കുരങ്ങുകളും കൂട്ടമരണത്തിനിരയായി. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തി മൃതദേഹങ്ങൾ കണ്ട മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. ഇതോടൊപ്പം തിരുവനന്തപുരത്തും കൊല്ലത്തുമെല്ലാം ഒരേ സമയം വിഷബാധയുണ്ടായി. അവയൊന്നും ശാസ്താംകോട്ടയിലേതുപോലെ ഭയാനകമായില്ല എന്ന് മാത്രം. എങ്ങനെയാണ് വിഷം വ്യാപിച്ചതെന്ന് കണ്ടെത്താൻ ദിവസങ്ങളെടുത്തു. ജയ്ഹിന്ദ് എന്ന കപ്പലിൽ കൊണ്ടുവന്ന ആട്ടമാവിലും പഞ്ചസാരയിലും ഫോളിഡോൾ എന്ന മാരക വിഷം കലർന്നതാണ് വിഷബാധയ്ക്ക് കാരണമായതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ജയ്ഹിന്ദ് കപ്പലിലെ കപ്പിത്താനും മറ്റുദ്യോഗസ്ഥരും അറസ്റ്റിലായി. ഫോളിഡോൾ വിഷബാധയെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ ബോംബെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് JC ഷായുടെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. ശാസ്താംകോട്ട ദുരന്തമുയർത്തിയ ഭയാനകമായ ദുരൂഹതകൾ മറനീക്കി പുറത്തുവരുന്നതിന് മുൻപ് തന്നെ വിമോചന സമരക്കാരും പ്രതിപക്ഷ കക്ഷികളും സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പ്രഹരശേഷിയുള്ള മാരകമായ ഒരായുധമാക്കി വിഷഭക്ഷ്യ ദുരന്തത്തെ അതിനകം മാറ്റിക്കഴിഞ്ഞിരുന്നു.